السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد. നോമ്പിന് രണ്ട് ഫർളുകളാണുള്ളത്. നിസ്കാരത്തിന് കുറേ ഫർളുകളുണ്ട്, ഹജ്ജിന് കുറേ ഫർളുകളുണ്ട്. എന്നാൽ നോമ്പിന് രണ്ട് ഫർളേ ഉള്ളൂ. അതിൽ ഒന്ന് എന്താണ് എന്ന് നമുക്ക് ഒന്നും അറിയാം, രണ്ടും അറിയാം. ഒന്നാമത്തത് നിയ്യത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏത് അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയ്യത്ത് വേണം. 4 മദ്ഹബിലും നിയ്യത്തുണ്ട്. അത് നിയ്യത്ത് ഷർത്താണോ ഫർളാണോ എന്ന വിഷയത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. നിയ്യത്താണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതുക എന്നതാണ്, പറച്ചിലല്ല, കരുതുക. കരുതുക എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ, ഹാർട്ടിൻ്റെ, കൽബിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മൾ ഏത് ഇബാദത്തുമായി ബന്ധപ്പെടുന്നോ അതിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വ്യത്യസ്തങ്ങളായ വഴിയിലൂടെ നിയ്യത്ത് വെക്കണം. വായുകൊണ്ട് പറയൽ സുന്നത്താണ്. ഇപ്പോൾ നമ്മൾ നിയ്യത്ത് ചെയ്തു കഴിഞ്ഞു നാളത്തെ നോമ്പിന്. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഇതാണല്ലോ നിയ്യത്ത്. അദാ ആയ ഫർളായ ഈ വർഷത്തിലുള്ള നാളത്തെ നോമ്പിനെ ഞാൻ നോക്കുന്നു. ഇതാണല്ലോ നിയ്യത്ത്. ഈ നിയ്യത്ത് വായ് കൊണ്ട് പറയൽ സുന്നത്താണ്, കൽബ് കൊണ്ട് കരുതൽ നിർബന്ധവും ആണ്. സുബ്ഹിക്ക് മുമ്പ് ഇത് ചെയ്തിരിക്കണം. അത് സാധാരണ പള്ളികളിലും മറ്റും പറഞ്ഞു കൊടുക്കലുണ്ട്. നവൈത്തു സൗമഗദിൻ. അറബിയിലും അതുപോലെ മലയാളത്തിലും പറഞ്ഞു കൊടുക്കും. ഈ പറച്ചിലുകൊണ്ട് മാത്രം നിയ്യത്താവില്ല. അത് പറയുമ്പോഴോ അല്ലാത്തപ്പോഴോ നമ്മുടെ മനസ്സുകൊണ്ട് ഈ നിയ്യത്തിൻ്റെ വാചകങ്ങൾ, ഈ നിയ്യത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറഞ്ഞിരിക്കണം. അത്യന്താപേക്ഷിതമാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ഉസല്ലി ഫർള ദുഹരി 4 റകഅത്തിൻ എന്ന് നമ്മൾ നിയ്യത്ത് പറയില്ലേ? ആ നിയ്യത്തും അതുപോലെ തന്നെയാണ്. നാം നിയ്യത്തിൽ കടക്കുന്നതിന് മുമ്പ് വായ് കൊണ്ട് പറയണം, അത് സുന്നത്താണ്. പക്ഷേ ആ വായ് കൊണ്ട് പറയൽ കൊണ്ട് മാത്രം നിയ്യത്ത് പരിഗണിക്കപ്പെടുകയില്ല. നമ്മുടെ കൽബ്, ആ കൽബും അള്ളാഹുമായുള്ള ടച്ചിങ്, അതാണ് നിയ്യത്ത്, അതാണ് കരുതൽ, അതുണ്ടാവണം. അത് ഓരോ രാത്രിയിലും നിയ്യത്ത് വെക്കണം. നാളത്തെ നോമ്പിന് വേണ്ടി ഓരോ രാത്രിയിലും നിയ്യത്ത് വെക്കണം. ശാഫിഈ മദ്ഹബിൽ മുഅ്തമദായ അഭിപ്രായം അങ്ങനെയാണ്. കൂട്ടത്തിൽ ഒരുമിച്ച് വെച്ചാൽ പറ്റൂല. രണ്ടാമത്തെ ഫർള് അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്ത്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കണം, പിടിച്ചു നിൽക്കണം എന്നതാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം. പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മുടെ ദ്വാരങ്ങളിലെ ഉള്ളിലോട്ട് ഒരു വസ്തുവും പ്രവേശിക്കാതിരിക്കുക എന്നതാണ്. നമ്മുടെ വായ, നമ്മുടെ മൂക്ക്, ചെവി, മലമൂത്ര വിസർജന ദ്വാരങ്ങൾ, ഈ 5 ദ്വാരങ്ങളിലേക്ക് ഒരു വസ്തുവും പ്രവേശിക്കാൻ പാടില്ല പ്രഭാതം മുതൽ പ്രദോഷം വരെ. അത് വലിയൊരു ഭക്ഷണം എന്നതല്ല, ഭക്ഷണത്തിൻ്റെ ഒരു തരിക പോലും, ഭക്ഷണമെന്നല്ല ഒരു തരിക പോലും, അത് ഭക്ഷണമായാലും അല്ലാത്ത വസ്തുവായാലും ചെറിയൊരു ചരൽ കല്ലാണെങ്കിൽ പോലും വിഴുങ്ങിയാൽ നോമ്പ് മുറിയുന്നതാണ്. തുറക്കപ്പെട്ട ദ്വാരങ്ങൾ എന്നതാണ് ഈ 5 ദ്വാരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ കണ്ണ് തുറക്കപ്പെട്ട ദ്വാരമല്ല. അതുകൊണ്ട് കണ്ണിൽ സുറുമയിടുകയുണ്ടോ അല്ലെങ്കിൽ മരുന്ന് ഇറ്റിക്കൽ കൊണ്ടോ നോമ്പ് ബാത്തിലാവുകയില്ല. കാരണം കണ്ണ് തുറക്കപ്പെട്ട ദ്വാരമല്ല. നേരെ മറിച്ച് ഈ പറയപ്പെട്ട 5 ദ്വാരങ്ങൾ, ആ 5 ദ്വാരങ്ങളിലേക്ക് ഉള്ളിലേക്ക് എന്തെങ്കിലും തടിയുള്ള വസ്തു കയറിയാൽ നോമ്പ് ബാത്തിലാകുന്നതാണ്. അതാണ് അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്ത് എന്ന് പറയാൻ കാരണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക. എല്ലാ മതങ്ങളിലും നോമ്പുണ്ട്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിലും മറ്റുമൊക്കെ നിരാഹാരങ്ങൾ നടക്കാറുണ്ട്. അതൊക്കെ പേരിനൊരു നോമ്പെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ യഥാർത്ഥമായ നോമ്പ് പരിശുദ്ധമായ ഇസ്ലാം നിഷ്കർഷിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച
റമദാനിലുള്ള നോമ്പാണ് യഥാർത്ഥമായ നോമ്പ്. ശാരീരികവും മാനസികവുമായ എല്ലാവിധ തെറ്റുകളെ മാറ്റി നിർത്താനും എല്ലാവിധ ദുർബോധങ്ങളെ ഇല്ലാതാക്കാനും ശാരീരികമായി ഉന്മേഷത്തിനും തേജസ്സിനും ഓജസ്സിനും ഒക്കെ ഉപകരിക്കുന്ന ഒരു ഇബാദത്താണ് ഇസ്ലാം മതത്തിലുള്ള നോമ്പ് എന്ന് പിശുക്കരന്മാർ പോലും അടിവരയിട്ട് സമ്മതിച്ച കാര്യമാണ്. എത്രയോ സയന്റിസ്റ്റുകൾ, എത്രയോ ബഹുദൈവ വിശ്വാസികൾ റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. അത് കൂലി കിട്ടണം എന്ന നിലയ്ക്കല്ല അവർ അത് അനുഷ്ഠിക്കുന്നത്, മറിച്ച് അവരുടെ ആരോഗ്യ സംരക്ഷണം. 11 മാസക്കാലത്ത് വേണ്ടതെല്ലാം കഴിച്ച് നമ്മുടെ ശരീരവുമൊക്കെ, നമ്മുടെ വൻകുടലും ചെറുകുടലുമൊക്കെ ആമാശയങ്ങളൊക്കെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് എങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യേണ്ടത്, അതൊന്ന് വൃത്തിയാക്കേണ്ടത് അത് ബാധ്യതയാണ്. എങ്ങനെയാണത് വൃത്തിയാക്കേണ്ടത്? അത് നോമ്പിലൂടെയാണ് എന്ന് ലോകം സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടല്ല പറയുന്നത്, അള്ളാഹു നമ്മോട് പറയുന്നത് നാം ശിരസ വഹിക്കുകയാണ്. ശിരസ വഹിച്ചുകൊണ്ട് നാം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുന്യവിയായ ഉയർച്ചയും ആഖിറത്തിലെ ഉയർച്ചയും കിട്ടും. ഇവിടെ റാഹത്തായി സന്തോഷകരമായി നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയും. ഉപരി പാരത്രിക മോക്ഷം ലഭിച്ച് സ്വർഗപ്രവേശം ലഭിക്കാനും അത് കാരണമാണ്. അങ്ങനെയുള്ള ഒരു ഫർളാണ് ഇസ്ലാം കാര്യത്തിൽപ്പെട്ട പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രസിദ്ധമായ നോമ്പ്. അത് പിടിക്കുമ്പോഴേ, അത് നോക്കുമ്പോഴേ ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ, മുഅ്മിനാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരുണത്തിൽ ഈ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ നോമ്പിൻ്റെ എല്ലാവിധ ആദരവും ബഹുമാനവും കണക്കിലെടുത്തുകൊണ്ട് നല്ല സന്തോഷത്തോടെ, പൂർണ്ണ സന്തോഷത്തോടുകൂടി നോമ്പനുഷ്ഠിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നോമ്പ് മുറിയുന്നതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ വന്നാൽ നോമ്പ് മുറിയും എന്ന് പലരും ധരിച്ചിട്ടുണ്ട്. അതിൻ്റെയും നിജസ്ഥിതി നമുക്കടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.